മെഹു എവിടെ പോവാ? എയർപോർട്ടിൽ എന്തിനാ പോണ? മെഹുവിന്റെ പപ്പ വരുന്നുണ്ടായിരുന്നു. ഹാപ്പിയാണോ? ഹായ് ഹലോ, ഏഞ്ചലാണേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആണ്. ഇന്ന് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു ഡേ ആണ്. മീൻസ് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. ബിക്കോസ് എൻ്റെ മൂത്ത ചേട്ടൻ, അതായത് അച്ഛൻ ചേട്ടന് മുന്നേ ഒരാളും കൂടെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലോട്ട് വരുവാണ്. അപ്പോൾ അതേ ഞങ്ങൾ വിളിക്കാൻ പോവുകയാണ്. സ്കൂട്ടിയിലല്ല പോകുന്നത്, ഞങ്ങൾ ചെല്ലാനത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോകും. അപ്പോൾ വിശേഷങ്ങളെല്ലാം വഴിയെ കാണാം. ചെല്ലാനം പള്ളിയുടെ വാതിക്കലാട്ടോ ഞാൻ സ്കൂട്ടി കൊണ്ടുവന്ന് വെച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ അച്ചാച്ചനും അമ്മച്ചിക്കും ചേട്ടൻ വരുന്ന കാര്യം അറിയത്തില്ല. അറിയാവുന്നത് എനിക്ക്, ഇച്ചായന്, പിള്ളേർക്ക്, ചേച്ചിക്ക്. ഇത് ചേച്ചിയുടെ ബ്രദറാണ് അപ്പുവിന് ഇതിന് മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ ചേട്ടനും. ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ വരുന്ന കാര്യം, വേറെ ആർക്കും അറിയത്തില്ല. സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി തന്നെയാണ് ആരോടും പറയാഞ്ഞത്. അങ്ങനത്തെ ഞങ്ങൾ ആലുവ അടുത്ത് എത്താറായി. അങ്ങനെ ഞങ്ങളിതേ ഫ്ലവർ ഷോപ്പിൽ വന്നിട്ട് ഒരു ബൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. കുറേ നാളുകൾക്ക് ശേഷം വരുന്നതല്ലേ, ഒരു ബൊക്കെയൊക്കെ കൊടുക്കാമെന്ന് കരുതി. ചേച്ചിയുടെ ഐഡിയ ആണ് അതൊക്കെയല്ല. അങ്ങനെ ഞങ്ങളിതേ അതെല്ലാം കളക്ട് ചെയ്ത് പിള്ളേർക്കും 2 ചെറിയ ബൊക്കെയൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിതേ നേരെ പിന്നെ എയർപോർട്ടിലോട്ട് റോഡ് കയറാൻ പോവുകയാണ്. മോർണിംഗ് 10:30 ലാൻഡിങ്. ഞങ്ങളൊരു 10 o'clock തന്നെ ഞങ്ങൾ എയർപോർട്ട് എത്തിയായിരുന്നു കേട്ടോ, നേരത്തെ എത്തിയത്. അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ എയർപോർട്ട് എത്തി. ഇതേ ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാണ് അത് കാറ്റത്ത് ഫ്ലൈ ചെയ്യുന്നത്. ഇത്തിരി ടെൻഷൻ മൊമെൻ്റാണ്. ആ ഫേസ് കാണുമ്പോഴേ അറിയാം. കാര്യം ആ ഫ്ലൈറ്റിൽ വന്ന ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാരും ഫ്ലൈറ്റിൽ നിന്നും പുറത്തിറങ്ങി, മീൻസ് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. ഞങ്ങൾ കാത്തു നിൽക്കുന്ന ആൾ മാത്രം വരുന്നില്ല. ഇവിടെ ഒരാൾ ഇപ്പം തൊട്ടാ കരയോ എന്നുള്ള സിറ്റുവേഷനായി. ഫൈനലി ഞങ്ങളുടെ ടെൻഷൻ കണ്ടിട്ട് അവിടെ ഇരുന്ന് ഓഫീസർ കയറി നോക്കി. അങ്ങനെ ചോദിച്ചു, ഇതാണോ ആളെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആണെന്ന് പറഞ്ഞു. എന്തോ ലഗേജിൽ എന്തോ ഇഷ്യൂ വന്നിട്ടാണ് മേജിൻ ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങാൻ ലേറ്റായത്. പക്ഷേ ഇവിടെ ഉള്ള ഒരാൾ എന്താ പറയുക, കരച്ചിലിൻ്റെ വക്കിലെത്തി. ഫൈനലി ചേട്ടനെത്തി. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ, ഒന്നാവാൻ തോന്നുകയോ, തേൻ തുള്ളി തൂവും നിമിഷമേ, മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മേജിൻ ചേട്ടനെത്തി. അങ്ങനെ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ കുറച്ച് നേരം അവിടെ പിള്ളേരുമായിട്ടൊക്കെ മാറി നിന്നു. അന്നേരം പിന്നെ അപ്പോൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. മെഹുവിനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേലാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം അവൾ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതല്ലേ, അപ്പോൾ അവൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും. മേജിൻ ചേട്ടൻ നോക്കിയപ്പോൾ അവൾ വളർന്നു. എമിലു ആണെങ്കിൽ ജനിച്ചിട്ട് ഇന്ന് വരെ എമിലും മേജിൻ ചേട്ടനും തമ്മിൽ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷേ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഇതില്ലായിരുന്നു രണ്ടുപേർക്കും. കാര്യം ഓൾറെഡി വീഡിയോ കോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് കാരണം അവർക്ക് ആ ഒരു എന്താ പറയുക, പരിചയമില്ലാത്ത ഒരാളെ കാണുന്ന ഒരു ഫീലില്ല. അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരത്തെ ഉച്ചനേരമായപ്പോൾ ഞങ്ങൾ നേരെ അറേബ്യൻ പാലസിൽ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. 2 മേജിനപ്പയുടെ കയ്യിൽ തന്നെ തൂങ്ങി നടക്കുവാണ്. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരത്തെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. നേരെ പോയത് ചെല്ലാനം പള്ളിയിലോട്ടാണ് കേട്ടോ. പുണ്യാളനോട് നന്ദി പറയണ്ടേ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ചതിന്. അങ്ങനെ പിന്നെ നേരത്തെ പുണ്യാളൻ്റെ അടുത്ത് പോയി പുണ്യാളനോട് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് സ്കൂട്ടി എടുത്തിട്ടാണ് ഇറങ്ങിയത്. കാര്യം വീട്ടിൽ അച്ചാച്ചനും അമ്മച്ചിക്ക് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഫസ്റ്റ് പോകാം, അച്ചാച്ചനും അമ്മച്ചിക്ക് അറിയാൻ പാടില്ല. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ, വായു 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 വായു
ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ വായു വായു ഇനി ഈ മണ്ണിലെ പുതുവർണ്ണങ്ങളിൽ വിരലോടിച്ചു ലാളിച്ചു പൂങ്കാറ്റുപോ പുലരുളി വന്നു ചേരുന്നിതാ നിഴലല ദൂരമായുന്നിതാ വായു 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 ഇലത്തുമ്പിലിന്നാകെ തിളങ്ങുന്നു വൈഡൂര്യം തൂവയിൽ തുമ്പീതിലേ ഹോ വസന്തങ്ങൾ വന്നാകെ വലം വെച്ചു അങ്ങനെ എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡായി, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വിശേഷങ്ങളുമായി വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. Mother phone, wife, 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 with a mother phone, wife.